ഗ്യാസ് തീരാനായി അരമണിക്കൂർ കൂടി സമയമുണ്ട്. അതിൻ്റെ അകത്ത് ഗ്യാസ് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ സാധനം ഉണ്ടാക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാനും കഴിയില്ല. കസ്റ്റമർ ആണെങ്കിൽ ഫുള്ളും. സമയം രാത്രി 9 മണി. ഒന്നും നോക്കിയില്ല, ഗ്യാസ് തരുന്ന സജിയേട്ടനെ വിളിച്ചു. മൂപ്പരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടും ആരൊക്കെയോ വിളിച്ച് സംഘടിപ്പിച്ചു വന്നു. ഷോപ്പിൽ നിന്നും ഒരു 10-12 കിലോമീറ്റർ അകലെയുള്ള നീർവേലി പട്ടാരിയിലെ ഒരു ഹോട്ടലിലെ എക്സ്ട്രാ ഗ്യാസ് കിടപ്പുണ്ട്. നീ ഒരു കാലിക്കുറ്റിയുമായി പോയിട്ട് അവിടുന്ന് ഗ്യാസ് എടുത്തോ, അവർക്കുള്ള ഗ്യാസ് ഞാൻ രാവിലെ എത്തിച്ചു കൊടുത്തോളാം. അപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ പകുതിയോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയില്ല എങ്കിൽ അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ കൊടുത്ത ഫുഡിന്റെ ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മളെ മെനുവിൽ ഐറ്റംസ് ദിവസേന കൂടി വരുന്നുണ്ട്. ബീഫ് മസാല, ബീഫ് ഫ്രൈ, ലിവർ ഫ്രൈ, ചെമ്മീന്, ചിക്കന്, മീൻകറി, കൂന്തൽ, ഞണ്ട്, പോത്തുംകാല്, കല്ലുമ്മക്കായ് തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട്. സാധാരണ ബിരിയാണിന്റെ ദമ്മ് നമ്മൾ പൊട്ടിക്കാറ് 7-7:30 മണിക്കാണ്. പക്ഷെ ഇന്ന് ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ദമ്മ് പൊട്ടിച്ചത് ഏകദേശം 9:30 മണിക്കാണ്. രാത്രി ദമ്മ് പൊട്ടിക്കുന്ന നല്ല ചൂടി ബിരിയാണി വേണമെങ്കിൽ നേരെ അബൂക്കാസിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ഉണ്ട്. അതല്ലെങ്കിൽ വക്കാറോ ആപ്പ് കയറിയിട്ട് നമ്മൾ അബൂക്കാസ് തട്ടുകട ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. 7 മണിക്ക് ദമ്മ് പൊട്ടിക്കുന്നുള്ള ധാരണയിൽ നമ്മൾ കുറച്ച് ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗ്യാസ് ആണ് പണി തന്നത്. അതിൽ ഓർഡർ ചെയ്ത ഒരാൾ 1 മണിക്കൂർ കണ്ടിന്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൊണ്ടുതരാ ഗ്യാസിന്റെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് കുറെ നേരം പിടിച്ചിരുന്നു. അവസാനം ഗ്യാസ് വന്നു, ബിരിയാണി റെഡിയായി. പാർസൽ ചെയ്ത് അവരെ വിളിച്ചു. പിന്നെ അവർ ഫോൺ എടുത്തില്ല. തെറ്റ് അവരെ ഭാഗത്തല്ല. ഗ്യാസ് പണി തന്നുകൊണ്ട് നമുക്ക് കൃത്യസമയത്ത് ദമ്മ് പൊട്ടിക്കാനും പറ്റിയില്ല, അവർക്ക് കൊടുക്കാനും പറ്റിയില്ല. അപ്പോഴാണ് അടുത്ത പണി കിട്ടിയിട്ടുള്ളത്. നമ്മളെ സപ്ലയർ പറഞ്ഞു ഗ്ലാസ് ഒക്കെ ഓൾമോസ്റ്റ് പൊട്ടിയിട്ടാണ് ഉള്ളത്, പുതിയ കുറച്ച് ഗ്ലാസ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അങ്ങനെ തൊട്ടടുത്തുള്ള ക്ലാസ്സിക്ക് പോയിട്ട് കുറച്ച് ഗ്ലാസ് വാങ്ങിച്ചു. വക്കാറോ ആപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. കൂത്തുപറമ്പ് പോലത്തെ ഇത്രയും വലിയ ടൗണിൽ ഇതുപോലെയുള്ള ഫുഡ് ഡെലിവറി ആപ്പ് ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള വ്ളോഗേഴ്സ് വന്നിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ചില്ലറ പരിപാടിയില്ല, അത്യാവശ്യം നല്ല മെനക്കെട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. നമ്മളെ ടീ ആൻഡ് ജ്യൂസ് മേക്കറാണിത്. ഇവന്റെ ചായ ഓൾറെഡി അവിടെ പേരെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കച്ചവടം വരേണ്ടത് ആ ജ്യൂസ് കൗണ്ടറിൽ തന്നെയാണ്. എന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച വോളത്തിലേക്ക് കച്ചവടം കൊണ്ടുവരാൻ പറ്റൂ. അങ്ങനെ അവനുമായിട്ട് കുറേ നേരം സംസാരിച്ചപ്പോൾ ഞാൻ ഇതുവരെ കുടിക്കാത്ത ഒരുപാട് വെറൈറ്റി ജ്യൂസ് അവന്റെ പക്കലുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ട്രൈ ചെയ്തു. ആദ്യത്തേത് അത്ഭുത മുന്തിരിയും മാങ്ങയും കൂടി ചേർന്നിട്ടുള്ള ഐറ്റാണ്. പിന്നെ ഈ കാണുന്ന ഗാലക്സി ഗ്രേപ്പ്, അതിനുശേഷം മാംഗോ മസ്താനി, മൂന്നും വേറെ ലെവൽ സാധനമാണ്. അത് കസ്റ്റമർക്ക് അടിച്ച് കൊടുക്കുകയും ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. ഇനി നാളെ മുതൽ ജ്യൂസിന്റെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കുടിക്കാത്ത ഒരുപാട് വെറൈറ്റീസ് ഞങ്ങളുടെ അടുത്തുണ്ടാവും. ഇന്ന് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് ഈ കാണുന്ന പൊറോട്ടക്കാരനോടാണ്. ഒറീസക്കാരനാണ്. ജോലി ചെയ്യുമ്പോഴാണ് കോള് വരുന്നത് അവന്റെ ഉമ്മാമ മരണപ്പെട്ടു എന്നുള്ളത്. അവന്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസത്രേ. എന്നോട് അവൻ പറഞ്ഞത് ഞാനിപ്പോ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കച്ചവടം തന്നെ നിർത്തി വെക്കേണ്ടി വരും. ശരിയാണ്, പൊറോട്ട ഇല്ലെങ്കിൽ കസ്റ്റമർ കൂടുതലായിട്ട് മടങ്ങും. ഞങ്ങൾ ഉണ്ടാക്കി വെച്ച കറികളൊക്കെ ബാക്കിയാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോട്ടെ, ബാക്കി പൊറോട്ട ഒക്കെ അവിടെ അടിച്ച് റെഡിയാക്കി വെക്കാം. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നീ പോയിക്കോന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പണിയെടുത്തോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അവൻ തന്നെ ഒരു തീരുമാനം എടുത്തു. ഹോട്ടൽ സ്റ്റോറി ഇവിടെ തീരുന്നില്ല. അടുത്ത കഥയായിട്ട് നാളെ കാണാം.